ഹായ് ബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മണീസ് കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അവൽ മിക്സ്ചർ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കുമേ. അതിന് വേണ്ടി അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ സാധനങ്ങൾ ഞാൻ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. 400 ഗ്രാം വെള്ള അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടുകടല വേണം നമുക്ക്, അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നിലക്കടല അത് ഒരു 100 എടുത്തിട്ടുണ്ട്. കശുവണ്ടി, ഉണക്കമുന്തിരിയും വേണേ, അത് നമുക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനൊക്കെ ചേർക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ്, അതും ആവശ്യത്തിന് ചേർക്കണം. നമുക്ക് ഇനി ഒന്ന് തയ്യാറാക്കാം. നമുക്ക് അവൽ മിക്സർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം. നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട്, ചെറിയ ഫ്ലെയിം മതി, പെട്ടെന്ന് മൂത്ത് വരും. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കടലയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൂപ്പിച്ചെടുക്കാം. ഇല്ല, സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കാം. പൊട്ടുകടല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമുക്ക് കടലയൊന്ന് വറുത്തെടുക്കാം. തൊലിയോടാണ് ഇടുന്ന കടലയെ. നമുക്ക് മുന്തിരി ഒന്ന് മുപ്പിച്ചെടുക്കാം. നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അവലിനകത്തിൽ ഇൻഗ്രീഡിയൻസ് വറുത്തല്ല ഒന്ന് ചേർത്ത് കൊടുക്കണേ. ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടില്ല, അതേ കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. ഇപ്പം കുറച്ചൊന്ന് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അതിലും അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എല്ലാം കൂടെ യോജിക്കാനാണ്. നമ്മുടെ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.